നമസ്കാരം. ചിലരെ മറ്റുള്ളവർ വെളിപ്പെടുത്തും, ചിലർ സ്വയം വെളിപ്പെടും എന്ന് പറയാറില്ലേ? പേളിമാണി രണ്ടാമത്തെ കൂട്ടത്തിലാണ്. മേജർ രവിയുടെ ആ കുട്ടിക്ക് വിവരമില്ല എന്ന നാടകത്തിന് ശേഷം പേളിമാണിയുടെ അയാൾ പരാജയപ്പെട്ട സംവിധായകൻ എന്ന ബാലെ പുറത്തിറങ്ങിയ കാര്യം പറയാനാണ് ഞാൻ വന്നത്. നിങ്ങൾ അറിഞ്ഞോ എന്തോ? രാജ്യത്തെ പിടിച്ചുകുലുക്കിയ വിദ്യാർത്ഥി സമരം കൊണ്ട് അങ്ങനെ ചില ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങ് കേരളത്തിൽ ചിലരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് അവർ പോലും അറിയാതെ പുറത്തു വരപ്പെട്ടു. സ്വന്തം കൂട്ടുകാരൻ മോളായിക്കോട്ടെ, പ്രിയപ്പെട്ട സംവിധായകൻ്റെ മകനായിക്കോട്ടെ, കുട്ടികളുടെ തലതല്ലി പൊളിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ഇറങ്ങിയാൽ ഉടൻ ചിലർ അവർക്കെതിരെ ഇറങ്ങിത്തിരിക്കും. ആർക്കെതിരെ? തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെതിരെ. അറിയാതെ വന്നു പോകുന്നതാണ്. അറബിക്കഥ എന്ന് പറഞ്ഞ സിനിമയിൽ സുരാജ് വെഞ്ഞാറുമൂട് പറഞ്ഞിട്ടില്ലേ, ഉള്ളിലുള്ള ഫ്രോഡുകൾ ചിലപ്പോൾ എന്താണെന്നറിയില്ല തള്ളി പുറത്തേക്ക് വരും എന്ന ഡയലോഗ്. ഇനിയിപ്പോൾ ഇക്ബാൽ കുറ്റിക്കുറവും ലാൽ ജോസും ഒക്കെ രാജ്യദ്രോഹികളാണ് ആ ഡയലോഗ് എഴുതിയത് കൊണ്ട് എന്നുകൂടി ചിലർ പറയാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് ആ ഡയലോഗ് വേണ്ട, അത് ഞാൻ വിട്ടു. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നും വിചാരിച്ച് മോഹൻലാൽ വീട്ടിൽ കയറാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത മേജർ രവി ചെയ്ത ചെയ്ത്ത് നിങ്ങൾ കണ്ടിരുന്നതാണല്ലോ. പ്രായപൂർത്തിയായ ഒരു മുതിർന്ന പൗരയായ മോഹൻലാലിൻ്റെ മകൾ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അത് സംഘികൾക്ക് എതിരാകുമെന്ന് കണ്ട ഉടൻ അതൊന്നും അറിയാതെ ഒരു വിവരമില്ലാത്ത കുട്ടിയാണ് എന്ന് നാട് നീളെ മേജറേട്ടൻ കുട്ടിപ്പാടി. വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന സുഹൃത്താണോ അല്ലയോ എന്ന് സ്വയം തെളിയിച്ചു. അത് കഴിഞ്ഞപ്പോഴുണ്ട് തൊട്ടപ്പുറത്ത് നിന്ന് പേളിമാണി പറയുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട നിറം കാവ്യാണ് എന്ന്. പണ്ടൊരു ED റെയ്ഡ് വന്നപ്പോൾ ഉണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണോ എന്നൊന്നും നമുക്കറിയില്ല. പേളിമാണി ഡൽഹിയിൽ മോദിസ്റ്റുകൾ ഇക്ഷ വരക്കുന്നത് കണ്ടപ്പോൾ CJP സമരക്കാരുടെ ഒരു പ്രത്യയശാസ്ത്രം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ജീവനേക്കാൾ വലുതല്ല മക്കളെ, വേഗം സ്ഥലം വിട്ടോ എന്ന്. എങ്ങനെയുണ്ട്? കുട്ടികളുടെ തലതല്ലി പൊളിച്ചവരെ ന്യായീകരിച്ച് മെഴുകുന്നത് കണ്ട് വിമർശിച്ചവർക്കെതിരെ ഇപ്പുറത്ത് പള്ളുവിളിയും തുടങ്ങി. സംവിധായകൻ സിബി മലയിലിൻ്റെ മകൻ ജോയി ആയിരുന്നു പ്രധാന ഇര. പരാജയപ്പെട്ട സംവിധായകൻ എന്നാണ് പ്രസ്താവന. ജോ ഇതുവരെ ഒരു പടവും സംവിധാനം ചെയ്തിട്ടില്ലല്ലോ, അത് ജോയുടെ അച്ഛന് പറഞ്ഞതാണ് എന്ന് സോഷ്യൽ മീഡിയ മനസ്സിലാക്കി. സിബി മലയിലിൻ്റെ പരാജയപ്പെട്ട സിനിമകൾ തനിയാവർത്തനം മുതൽ ഇങ്ങോട്ടാണോ എന്നായി ചോദ്യം. സിബിയെ അപമാനിച്ചതിനെതിരെ വികാര പ്രകടനങ്ങളായി. പേളിമാണി കാവ്യാണ് എനിക്ക് ഇഷ്ട നിറം എന്ന ലേഖനം എഴുതി. അതെല്ലാം വീണ്ടും വായിച്ച് നിലപാട് സ്വയം ഉറപ്പിച്ച് കാണണം. മേജറേട്ടൻ്റെ വഴിയെ പോയ പേളിമാണിയുടെ നിലപാടുകൾ നമ്മൾ ഈ വീഡിയോയിൽ ഡീകോഡ് ചെയ്യുകയാണ്. നാട്ടുകാരൊക്കെ ഡൽഹിയിൽ വിദ്യാർത്ഥികളോട് കാണിച്ച ക്രൂരതയ്ക്കെതിരെ നിലപാടെടുക്കുന്നത് കണ്ടപ്പോൾ പേളിമാണി തീരുമാനിച്ചിട്ട് ഇറങ്ങിത്തിരിച്ചതാണത്രേ. താനൊരു മോട്ടിവേറ്റർ അല്ലേ, മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള ഒരാളല്ലേ, ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പുകിലേക്കൊക്കെ എടുത്ത് ചാടിയത്. ആ വിദ്യാർത്ഥികൾക്കൊപ്പം എന്ന മട്ടിൽ ചെറുതായൊന്ന് നിലപാടെടുത്തോ എന്ന് ആലോചിച്ച് അങ്ങ് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ ചെയ്ത പണി പാളിപ്പോയി എന്ന് മനസ്സിലായത്. എന്താ സംഭവിച്ചെന്നറിയില്ല. മൂപ്പര് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളിലിരിപ്പ് വിളിച്ചു പറഞ്ഞു, തലതല്ലി പൊട്ടിക്കുന്നവരല്ല പ്രശ്നം, പൊട്ടിക്കപ്പെടാൻ നിന്നു കൊടുക്കുന്നവരാണ്. വേഗം നിങ്ങൾ സ്വയം തടി രക്ഷിച്ച് കഴിച്ചിലാക്കിക്കോ എന്ന് പണ്ട് അന്തമാനിലോ മറ്റോ കേട്ട ഒരു ഷൂ നക്കൽ മോഡലിൽ അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രം മൂപ്പരങ്ങ് അപ്ലൈ ചെയ്തു. അങ്ങനെ ഒരു സിദ്ധാന്തം പറഞ്ഞു, വേഗം അവിടുന്ന് ജീവൻ രക്ഷിച്ചു പോലാണ് അഭികാമ്യം, സമരക്കാരെ അവിടെ എങ്ങനെ നിൽക്കുന്നത് മോശമാണ് എന്ന് പറഞ്ഞു. എന്നിട്ടൊരു നീണ്ട ലേഖനം എഴുതി. പേളിമാണിയുടെ ആ ലേഖനത്തിൻ്റെ ഭാഗം ഇങ്ങനെയാണ്: നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളുടെ ശക്തിയും ഐക്യവും നിശ്ചയദാർഢ്യവും നാം കണ്ടു. വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും ഏറ്റുമുട്ടലുകളിൽ പരിക്കേറ്റ ഹൃദയഭേദകമായ ചിത്രങ്ങളും വീഡിയോകളും ഞാൻ കണ്ടു. ഉദ്യോഗസ്ഥർ എന്ന പ്രത്യേകം ഉണ്ട് കേട്ടോ. അതെൻ്റെ ഉള്ളിൽ എന്തോ മാറ്റം വരുത്തി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ദയവായി പരിക്കേൽക്കരുത്, സുരക്ഷിതരായി ഇരിക്കുക. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ ദയവായി വീട്ടിലേക്ക് മടങ്ങുക. ഒരു ലക്ഷ്യവും ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ വലുതല്ല. അപ്പോൾ ഈ ജീവൻ നഷ്ടപ്പെടുത്തുന്ന തലതല്ലി പൊളിക്കാൻ ഇറങ്ങിത്തിരിച്ചവരോ, അവരല്ലേ വീട്ടിലേക്ക് മടങ്ങണ്ടേ? എന്തായാലും പേളിമാണി പറയുന്നത് അതൊന്നല്ല, ഈ കുട്ടികളാണ് വീട്ടിലേക്ക് മടങ്ങേണ്ടത്. ഓരോ വിദ്യാർത്ഥിയും ആരുടെയെങ്കിലും മകനോ മകളോ ആണ്. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവില്ലേ? ആരുടെയെങ്കിലും സ്വപ്നമാണ്, ആരുടെയെങ്കിലും മുഴുവൻ ലോകമാണ്. മറ്റു പലരെയും പോലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സുതാര്യവും നീതിപൂർവമായ എല്ലാ കുട്ടികൾക്കും തുല്യ അവസരങ്ങൾ നൽകുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന് അർഹതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ ശബ്ദം കേൾക്കപ്പെടാൻ അവർ അർഹരാണ്. എന്തെന്നപ്പോൾ പറയുന്നത്, സമാധാനപരമായി സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അവർ സുരക്ഷിതരാണെന്ന ബോധ്യം ലഭിക്കാനും അവർ അർഹരാണ്. ഇത് ഞാൻ അവരെഴുതി എൻ്റെ മലയാളമാണ് പറയുന്നത് കേട്ടോ. മലയാളം തന്നെ പിടി കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ആ ഇംഗ്ലീഷ് എന്തായിരിക്കും അവസ്ഥ? അതായത് പറഞ്ഞു വരുന്നത്, കുട്ടികളെ നിങ്ങൾ അവിടെ ഇരുന്ന് തലതല്ലി പൊളിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്, നിങ്ങൾ പെട്ടെന്ന് സ്ഥലം വിട്ടോ, നിങ്ങളാണ് കുറ്റക്കാർ, ഈ സമരമൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്താല്ലേ, എങ്ങനെയുണ്ട് ഈ നിലപാട്? ഇപ്പോൾ ഉദാഹരണത്തിന് മൂപ്പര് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ അടുത്തൊരു ടീം നമ്മളെ അന്വേഷിക്കാൻ വരുന്നു, നമ്മളെ പിടിക്കാൻ വല്ല കേന്ദ്ര ഏജൻസിയോ മറ്റോ വരുന്നു എന്ന് വിചാരിക്കാം. നിങ്ങളെ പിടിക്കും, അകത്തിടും എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ജീവനാണ് വലുതെന്ന് പറഞ്ഞ് അതിനായി ഏത് ഷൂ നക്കാം എന്ന് സാഷ്ടാംഗം വീണ് ഈ അന്വേഷണ ഏജൻസിയോട് പറയണം, നിങ്ങൾ എന്നെ വിടണം,
നിങ്ങൾ നല്ലവരാണ്, ഞാൻ മാത്രമാണ് മോശം, ഞാനിടുന്ന തടി കഴിച്ചിലായിക്കോളാം എന്ന് പറയണം. അതാണോ എന്തോ അമ്മാതിരി ഒരു പറച്ചിലാണ് ഇവർ പറഞ്ഞത്. ഏകദേശം അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും പേളിമാണി പറഞ്ഞതുപോലെയല്ല കാര്യം. ജീവൻ രക്ഷപ്പെടുത്തി പോകണം എന്ന് പറയണമെങ്കിൽ ജീവൻ കവർന്നെടുക്കുന്ന ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു പോലീസ് സംവിധാനം, അവരെ അടിക്കുന്ന ഒരു ടീം അവിടെയുണ്ട്, കൂലി പോലീസുകാരുണ്ട്, നാട്ടുകാരിതൊക്കെ കാണുന്നുണ്ട്. പേളിമാണി കണ്ണടച്ചുകൊണ്ട് കാണാത്തതുകൊണ്ടാണ്. പേളിമാണി പറയുന്ന നിറവും ചരടും ഒക്കെ അഭിമാനമായി കൊണ്ടു നടക്കുന്ന കൂട്ടർ, അവരൊക്കെയാണ് പോകേണ്ടത്. അല്ലാതെ അവർ തലതല്ലി പൊളിക്കുന്ന തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വന്ന സമരക്കാരല്ല. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കയറി തല്ലിയാൽ നമ്മൾ തടി രക്ഷിച്ചോ, അവർ അവരുടെ പണിയെടുക്കട്ടെ, നിങ്ങൾ പോയിക്കോ, എനിക്ക് കാവ്യാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് നിൽക്കുകയാണോ ചെയ്യേണ്ടത്? എന്തായാലും പേളിമാണി ഏകദേശം അങ്ങനെ ഒരു ഉപദേശമാണ് അവിടുത്തെ സമരക്കാരായ വിദ്യാർത്ഥികൾക്ക് കൊടുത്തത്. ഇതൊക്കെ കാണുമ്പോൾ ആരാണ് പ്രതികരിക്കാതിരിക്കുക? സിബി മലയിലിൻ്റെ മകൻ അസിസ്റ്റന്റ് ഡയറക്ടറായി മാത്രം പ്രവർത്തിച്ചിട്ടുള്ള ജോയ് മറ്റു പലരെയും പോലെ ധാർമ്മിക രോഷം കൊണ്ടു. അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്: ഹായ് പേളി, ഞാൻ ജോയാണ് എന്ന് പറഞ്ഞ് വിശദമായൊരു കുറിപ്പ് അദ്ദേഹം എഴുതി. അതിൽ പ്രധാന പോയിന്റ് ഇങ്ങനെയാണ്: പേളിയുടെ നിഗമനം മണ്ടത്തരത്തിൻ്റെ മൂർധന്യാവസ്ഥയാണ്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച ധീരരായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ശവകുടീരങ്ങളിൽ തുപ്പുകയാണ് നിങ്ങൾ ചെയ്തത്. ഈ കെടുകാര്യസ്ഥതയ്ക്കുള്ള സർക്കാരിൻ്റെ പിടിപ്പുകേട് കാരണം ജീവൻ നഷ്ടപ്പെട്ട ഓരോ വിദ്യാർത്ഥിയെയും നിങ്ങൾ അപമാനിക്കുകയായിരുന്നു. നിങ്ങൾ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഈ മണ്ണിൽ നിൽക്കുന്നതും ഈ മണ്ടൻ പോസ്റ്റ് എഴുതിയതും ഭൂരിപക്ഷ ആളുകളും നിങ്ങളെപ്പോലെ ചിന്തിക്കാതിരിക്കുന്നതുകൊണ്ടാണ്. മണ്ടന്മാരായ ആളുകൾക്ക് അവരെ അപമാനിക്കാൻ വേണ്ടിയായിരുന്നല്ലോ അവരുടെ ത്യാഗം. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഇതൊരു പരിഹാസമാണ് എന്നാണ് അതിൽ പ്രധാന പോയിന്റ്. വിശദമായ കുറിപ്പാണ്, ഞാൻ എല്ലാം വായിക്കുന്നില്ല. അവസാനം അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വേണ്ടി PR ടീമാണ് ഈ പ്രസ്താവന എഴുതിയതെങ്കിൽ അവരെ ഉടൻ പിരിച്ചുവിടുക എന്ന്. ഇതിനുള്ള മറുപടിയിലാണ് പേളിമാണി പരാജയപ്പെട്ട സംവിധായകൻ എന്ന പരിഹാസത്തോടുകൂടി ഒരു മറുപടി കുറിപ്പ് എഴുതിയത്. പരാജയപ്പെട്ട സംവിധായകൻ ജോയിയുടെ അച്ഛൻ സിബി മലയിലാണല്ലോ. അച്ഛന് വിളിക്കുന്ന പരിപാടിയൊക്കെ ഇവരുടെ ഇടയിൽ ഉണ്ടെന്ന് വേണം വിചാരിക്കാൻ. ഇനി അതല്ലെങ്കിൽ ഇയാൾ അസിസ്റ്റന്റ് ഡയറക്ടർ മാത്രമാണ്, സംവിധാനം ചെയ്തിട്ടില്ല. ആ അധിക്ഷേപ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഒരു പരാജയപ്പെട്ട സിനിമാക്കാരൻ എൻ്റെ 4 പേജ് പോസ്റ്റിനെ കുറിച്ച് ഇപ്പോൾ ഒരു 10 പേജ് തിരക്കഥ എഴുതുന്നു. അതിനെ പരമാവധി അനാരോഗ്യകരമാക്കാൻ മുളകുപൊടിയും അജിനോമോട്ടയും ചേർക്കുന്നു. എൻ്റെ കുട്ടികൾ സുരക്ഷിതരാണോ എന്ന് ചിലർ പരിഹാസ രൂപേണ ചോദിക്കുന്നു. അവർ പെൺകുട്ടികളാണെന്ന് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. അതെ, അവർ പെൺകുട്ടികളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്താ, എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അതിനായി അവരുടെ ഈ അമ്മയെ ആദ്യം തൊടണം. നിങ്ങൾ കളിക്കുന്ന തെറ്റായ ആളോടാണ്. എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകേണ്ട കാര്യം നിങ്ങൾക്കില്ല. അത് എനിക്കിപ്പോൾ തന്നെ ഉണ്ട്. അത് ഞാൻ ഉപയോഗിക്കുകയും ചെയ്യും. നിങ്ങളുടെ പതിവ് പാവയല്ല ഞാൻ പേളിമാണിയാണ്. അതെ, എൻ്റെ പ്രിയപ്പെട്ട നിറം കാവ്യാണ്. ഇതാണ് ഇതിൻ്റെ എഴുത്തിൻ്റെ അവസാനത്തെ വരി. എങ്ങനെയുണ്ട്? ഇതിനുള്ള മറുപടിയാണ് ജോ എഴുതിയത്: പരാജയപ്പെട്ട സിനിമാക്കാരൻ നട്ടലില്ലാത്ത മകനെ ആയിരുന്നില്ല വളർത്തിയത് എന്നും ഒരു ഭീരുവിനെയാണ് നിങ്ങളുടെ അച്ഛൻ വളർത്തിയത് എന്നുമാണ്. പോസ്റ്റിൽ എഴുതിയത് സിബി മലയിലാണ് എന്ന നിഗമനത്തിലായിരിക്കണം പേളിമാണി പരാജയപ്പെട്ട സംവിധായകൻ എന്ന ആക്ഷേപിച്ചത്. അല്ലാതെ ജോ ഇതുവരെ സംവിധാനമായിട്ടില്ലല്ലോ. സിബി മലയിലിനെ അധിക്ഷേപിച്ച പോസ്റ്റിന് മറുപടിയായി ജോ എഴുതിയത് ഇങ്ങനെയാണ്: ഹേയ് അമ്മ പോരാളി, ആ പരാജയപ്പെട്ട സംവിധായകൻ എൻ്റെ അച്ഛനാണ്. ആരോടാണ് കളിക്കുന്നത് എന്ന് നന്നായി അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. നിങ്ങൾ ഈ വിഷയം വ്യക്തിപരമാക്കിയ സ്ഥിതിക്ക് കളി തുടങ്ങാം. ഒരു ഭീരുവിനെ വളർത്തിയ നിങ്ങളുടെ പിതാവിൽ നിന്ന് വ്യത്യസ്തമായി ആ പരാജയപ്പെട്ട ചലച്ചിത്രകാരൻ നട്ടലില്ലാത്തൊരു മകനെ അല്ല വളർത്തിയത്. അദ്ദേഹത്തിൻ്റെ പേര് സിബി മലയിൽ എന്നാണ്. മുന്നോട്ട് വരൂ, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി കാണിക്കൂ. തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് മഹാ അപരാധമാണ് പോലും. ഒന്ന് ശ്രദ്ധിക്കുക, ഭയമില്ലാത്തവരെ ആർക്കും അപമാനിക്കാൻ സാധിക്കില്ല. അതൊക്കെ പിന്നീട് പഠിക്കേണ്ട പാഠങ്ങളാണ്. ഞാനൊരു തെറ്റാണ് ചൂണ്ടിക്കാണിച്ചത്. ഇതൊന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ല. അവരെ ഫോളോ ചെയ്യാനോ അൺഫോളോ ചെയ്യാനോ ആഗ്രഹിക്കുന്നവർ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുക. അവർക്കെതിരെയുള്ള ഒരു വ്യക്തിപരമായ ആക്രമണങ്ങളെയും ഞാൻ പിന്തുണയ്ക്കുന്നില്ല. അതായിരുന്നില്ല എൻ്റെ ഉദ്ദേശം. എന്നാൽ അസംബന്ധത്തെ അസംബന്ധം എന്ന് വിളിക്കുന്നത് ആളുകളെ പ്രകോപിപ്പിക്കുന്നുവെങ്കിൽ അങ്ങനെയാകട്ടെ. ഇനി കൂടുതലായി ഒന്നും പറയാനില്ല. എല്ലാവർക്കും ശുഭരാത്രി. നമ്മുടെ പിന്തുണ ആവശ്യമുള്ളവർക്ക് വേണ്ടി എന്തു വന്നാലും ഒരുമിച്ച് കരുത്തോടെ നിൽക്കുക. പരസ്പരം സ്നേഹിക്കുക. പ്രളയത്തിലും മഹാമാരിയിലും നമ്മൾ പരസ്പരം താങ്ങും തണലുമായി ഒന്നിച്ചു നിന്നു. നമുക്ക് ഇത് നമ്മുടെ മക്കൾക്ക് വേണ്ടി തുടരാം. ജയ് ഹിന്ദ് എന്നാണ് എഴുതിയത്. അദ്ദേഹം ഒരു അടിക്കുറിപ്പ് എഴുതുന്നുണ്ട്: വ്യക്തിപരമായ ഏത് ആക്രമണങ്ങളെയും നിയമപരമായി നേരിടും എന്ന്. എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിക്കും എന്ന് പറഞ്ഞ് പേളിമാണി അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാണ് രസകരം. അടി കൊടുത്ത് സമരത്തിൽ നിന്ന് പിന്മാറ്റാൻ ശ്രമിക്കുന്ന സർക്കാരിനെ ന്യായീകരിക്കാനാണ് ആ അഭിപ്രായ സ്വാതന്ത്ര്യം അവർ ഉപയോഗിക്കുന്നത്. അടിയൊന്നും വാങ്ങി നിൽക്കാതെ വേഗം ജീവൻ രക്ഷിച്ച് വീട്ടിൽ പോയിക്കോ എന്നാണ് പേളിമാണിയുടെ ആഹ്വാനം. നിങ്ങൾക്ക് നിങ്ങളുടെ രോമാഞ്ചമായ കക്ഷി രാഷ്ട്രീയ സംഘത്തെ അവരുടെ സർക്കാരിനെ ന്യായീകരിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അത് സ്വന്തം ജീവിതം പെരുവഴിയിലായ 10,000-കണക്കിന് വിദ്യാർത്ഥികളെ അപമാനിച്ചുകൊണ്ടാകരുത് എന്ന് സ്വയം തീരുമാനിച്ചാൽ മോട്ടിവേഷണൽ വീഡിയോ നാടകങ്ങൾക്കൊക്കെ ഒരു ബലം കിട്ടും. ഇല്ലെങ്കിൽ ഉള്ളിലിരിക്കുന്ന ആളാരാണെന്ന് നാട്ടുകാർക്ക് വെളിപ്പെടും. അവരുടെ മുന്നിൽ മനസ്സിലാകും. വിമർശിക്കുന്നവരെ അപമാനിക്കുന്ന മറുപടി എഴുതിയാലൊന്നും സ്വയം വെളിപ്പെടുത്തി ആ ഉള്ളിലിരിപ്പ് മാഞ്ഞു പോകില്ല.
പേളിമാണി മേജറേട്ടന് പിന്നാലെ സ്വയം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഈ കാലവും കടന്നുപോകും. സകലതും ഓർത്തു വെക്കപ്പെടും. സകലതിനെക്കുറിച്ചും ഓർത്തു വെക്കപ്പെടും. നന്ദി, നമസ്കാരം.